മൂന്നാം ഊഴത്തിൽ അധികാരമുറപ്പിച്ചെങ്കിലും BJPക്കുള്ളിൽ തമ്മിലടി മൂർച്ഛിക്കുന്നു. മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞതും BJPയിലെ ദേശീയ പ്രസിഡന്റ് പദവി ലക്ഷ്യമിട്ട് മോദി വിരുദ്ധ ക്യാമ്പയിൻ്റെ തേരാളിയായ ശിവരാജ് സിംഗ് ചൗഹാൻ രംഗത്തിറങ്ങിയതുമാണ് ആഭ്യന്തര സംഘർഷം ശക്തമാക്കിയിരിക്കുന്നത്. തനിച്ച് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ട് 2019 രണ്ടാം ഊഴത്തിലാണ് മോദി ഷാ കൂട്ടുകെട്ട് BJPയെ അടക്കി ഭരിക്കാൻ തുടങ്ങിയത്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങിയ സീനിയർ നേതാക്കളെ വെട്ടിനിരത്തി അവരുടെ അനുയായികളെ പാടെ ഒതുക്കിയാണ് മോദിയും സംഘവും BJP പിടിച്ചത്. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയ മുൻ ദേശീയ അധ്യക്ഷന്മാർ വരെ രണ്ടാം നിരക്കാരായി മാറിയ അവസ്ഥയ്ക്ക് മൂന്നാം ഊഴത്തിൽ മാറ്റം വേണമെന്ന് അവർ തന്നെ നാഗ്പൂരിലെ സംഘപരിവാർ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് അമിത്ഷാ എത്തിയതോടെയാണ് പാർട്ടി അവരുടെ കയ്യിൽ ഒതുങ്ങിയത്. അതിന് പിന്നാലെ അവർക്ക് വിശ്വസ്തനായ നദ്ദയെ അവിടെ നിയോഗിച്ചു. മൂന്നാം ഘട്ടത്തിൽ പാർട്ടി പിടിക്കാനാണ് ഈ നേതാക്കളുടെ നീക്കം. അതിനായി മോദി അമിത്ഷാ കൂട്ടുകെട്ടൊതുക്കിയ ശിവരാജ് സിംഗ് ചൗഹാനെ കളത്തിലിറക്കി കഴിഞ്ഞു. മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന ചൗഹാനെ തഴഞ്ഞതു മുതൽ തുടങ്ങിയതാണ് ചൗഹാൻ്റെ പടനീക്കം. നിതിൻ ഗഡ്കരിയുടെ പിന്തുണ കൂടി ലഭിച്ചതോടെ BJPക്കുള്ളിൽ അത്ര സുഗമമാവില്ല മോദിയുടെ നീക്കങ്ങൾ എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. BJPക്കെതിരായ ശക്തമായ പ്രതിരോധം വടക്കേ ഇന്ത്യയിലെ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചത് മോദി അമിത്ഷാ സഖ്യത്തിനും അവരെ പിന്തുണയ്ക്കുന്ന സംഘപരിവാറിലെ തീവ്രവാദികൾക്കും തിരിച്ചടിയായിട്ടുണ്ട്. മൂന്നാം ഊഴത്തിന് പ്രധാനമന്ത്രിയുടെ പ്രീതി കുറഞ്ഞത് ചൂണ്ടിക്കാട്ടി പാർട്ടിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനാണ് നീക്കം. എന്നാൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാരണമാക്കി പാർട്ടിയിൽ മാറ്റം വേണ്ടെന്ന് UPയിൽ നിന്നുള്ള നേതാക്കൾ പറയുന്നുണ്ട്. എങ്കിലും മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളിൽ ചിലർ ഇന്ത്യൻ എക്സ്പ്രസിനോട് ഇന്ന് പ്രതികരിച്ചത്. പുതിയ സർക്കാരിൻ്റെ കാര്യത്തിൽ നേതൃത്വം അതിൻ്റെ പ്രവർത്തന ശൈലി അവലോകനം ചെയ്യേണ്ടി വരും. തീരുമാനങ്ങളും ആഭ്യന്തര നിയമനങ്ങളുമൊക്കെ കൂടുതൽ വിപുലമായി ചർച്ച ചെയ്യേണ്ടതായും വരുമെന്നാണ് വിമത നേതാക്കൾ പറയുന്നത്. പാർട്ടിയിലെ നോമിനേഷൻ സംസ്കാരം അവസാനിക്കുന്നുവെന്നാണ് UPയിൽ നിന്നുള്ള ഒരു നേതാവ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞതെന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇക്കൂട്ടർ മറ നീക്കി പുറത്തു വരാൻ അത് ഇടയാക്കും. ആ അവസരം മുതലാക്കാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണി. പുതിയൊരു അധ്യായം തുടങ്ങേണ്ടതുണ്ടെന്ന് മോദിക്ക് ബോധ്യമായിരിക്കുന്നു. വരുന്നത് സഖ്യ സർക്കാരാണ്. ഇതര പാർട്ടികൾക്ക് സ്വാധീന ശക്തിയുണ്ട്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി വരാൻ ഇടയില്ല. മുന്നണി കൺവീനറെ നിയമിക്കണം. കൃത്യമായി മുന്നണി യോഗങ്ങൾ ചേരണം. മർമ്മപ്രധാനമായ തീരുമാനങ്ങൾ മുന്നണി യോഗം ചേർന്ന് മാത്രം കൈക്കൊള്ളണം തുടങ്ങിയ ആവശ്യങ്ങൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞു. ഇതിനെയെല്ലാം മറികടക്കാൻ മോദിക്കും അമിത്ഷായ്ക്കുമോ കഴിഞ്ഞില്ലെങ്കിൽ മൂന്നാം സർക്കാരിൻ്റെ പതനം അതിവേഗത്തിലാകും.